കേരളത്തിലെ പല ജില്ലകളിലും കാട്ടാനക്കലിയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പെരുവന്താനത്ത് ഒരു സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. അതിനുശേഷം ഒരു പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആ ഡെഡ് ബോഡി ചവിട്ടി തിരികെ വെച്ചിട്ട് പോയി. ഇതുവരെ കാട്ടാന ഇറങ്ങാത്ത ഒരു സ്ഥലമാണ് പെരുവന്താനം മതമ്പ ഭാഗത്താണ്. അവിടെ TR&D എസ്റ്റേറ്റിൻ്റെയും അവിടെയും ആ എസ്റ്റേറ്റിൻ്റെയും ആൾക്കാർ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ കാട്ടാനയുടെ ശല്യം ഉണ്ടായത്. ഇതുവരെ അങ്ങനെ അവിടെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല. പക്ഷേ പെരുവന്താനം മുണ്ടക്കയം പെരുവന്താനം കുട്ടിക്കാനം റോഡിൻ്റെ വലതുവശം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ആ വഴിയും പോകാം, മതമ്പയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് ആ വീടിനോട് ചേർന്നുള്ള ചെറിയ അരുവിയിൽ അവർ തുണി കഴുകാനും കുളിക്കാനും പോയതാണ്. അവരെ കാണാത്തത് കൊണ്ട് മകൻ അവിടെ അന്വേഷിച്ചു പോയപ്പം അവിടെ ഒരു കാട്ടാനയുടെ ചിഹ്നം വിളി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിസരത്ത് അമ്മയെ കൊന്നിട്ടിരിക്കുന്നത് കണ്ടു. ഏതായാലും ഫോറസ്റ്റ് നാട്ടുകാരും എത്തി ആ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റി. എങ്കിലും ഇന്ന് വരെ ആ വംശവാസമുള്ള ഈ ഭാഗത്തൊന്നും കാട്ടാനകൾ ശല്യം ചെയ്തതായിട്ട് നമുക്കറിവില്ല. എങ്കിലും മുണ്ടക്കയം പെരുവന്താനത്തെ ഈ ആൾതാമസമുള്ള മേഖലയിലും മലഞ്ചെരുവുകളിലും ഒക്കെ പതുക്കെ കാട്ടാന വരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, TR&D. ആ എസ്റ്റേറ്റിൻ്റെ അവിടെയും നാട്ടുകാർ താമസിക്കുന്നതിനിടയിൽ ഉള്ള അതിൻ്റെ പരിസരത്തുള്ള വനത്തിൽ നിന്നാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും പൊതുവെ അവർ ആഹാരം തേടി നാട്ടിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുന്ന കാഴ്ച കേരളത്തിലെ പല ജില്ലകളിലും, അത് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ചില ഭാഗത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട്, പാലക്കാട്, തൃശ്ശൂർ, എല്ലായിടത്തും പൊതുവെ വനം ഉള്ള ജില്ലകളിലെല്ലാം ഈ രീതിയിലുള്ള വന്യജീവികളുടെ അക്രമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുതിയ വാർത്ത വരുന്നത് ഇന്നലെ അവിടെ വയനാട്ടിൽ നിന്ന് നൂൽപ്പുഴ ഭാഗത്തു നിന്നാണ് അടുത്ത വാർത്ത വരുന്നത്. നൂൽപ്പുഴ ഭാഗത്ത് ഇന്നലെ ഭാര്യയും ഭർത്താവും അവർ സാധനം വാങ്ങിക്കാൻ കടയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ ആനയുടെ അക്രമം ഉണ്ടായി. രണ്ടുപേരെയും കാണാനില്ല. ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തി കഴിഞ്ഞു. അത് ഒരു വയലിൻ്റെ നടുക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഭാര്യയുടെ ഷാള് കണ്ടിട്ടുണ്ട്. ഭാര്യയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. വയലിൽ ഈ ഡെഡ് ബോഡി കണ്ട സ്ഥിതിക്ക് അതിൻ്റെ പരിസരത്ത് ചിലപ്പം ഭാര്യയെ ആ ചെളിക്കകത്ത് എവിടെയെങ്കിലും ആന ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടാകാം. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നലെ മുതൽ ഭാര്യയെ കണ്ടിട്ടില്ല. അവരോടി കാട്ടിലേക്ക് മറഞ്ഞോ എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൂടെ നിലഞ്ഞോ അവർ വനമായുകൊണ്ട് വഴിതെറ്റിപ്പോയതാണോ അതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഷാൾ ഇതിൻ്റെ പരിസരത്ത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് തന്നെ കണ്ടതുകൊണ്ട് ആ സ്ത്രീ പരിസരത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വനപാലകരും നാട്ടുകാരും ഒക്കെ അവിടെ വന്നു കഴിഞ്ഞു. അവരെല്ലാവരും ഇയാളുടെ ഡെഡ് ബോഡി അവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഭാര്യയെ കാണാനുള്ള വാർത്ത അത് എല്ലായിടത്തും വ്യാപകമായി. ഏതായാലും വന്യജീവികളുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് വനപാലകർക്ക് അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല, ഗവൺമെന്റിനും അറിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാനൊക്കും ഈ കാര്യത്തിന്? വന്യജീവികൾ എന്തുകൊണ്ട് കാട്ടിൽ നിന്ന് നിരന്തരം നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യം പഠിക്കേണ്ടിയിരിക്കുന്നു. വനത്തിൽ അവർക്ക് തിന്നാനുള്ള ആഹാരം ഒന്നും തന്നെയില്ല. അവിടെ വെള്ളം കുറവ്. അതിൽ കാട്ടരുവിയുള്ള സ്ഥലത്തേക്ക് നാട്ടിൻപ്രദേശം ഒഴുകുന്ന ഭാഗത്തേക്ക് അതുങ്ങൾ നീങ്ങും. അത് തന്നെയല്ല, അതിൻ്റെ പരിസരത്തുള്ള കൃഷിയിടങ്ങളിലെല്ലാം നശിപ്പിക്കും. പാലക്കാടും വയനാടും ഒക്കെ ധാരാളം കൃഷി സ്ഥലങ്ങൾ നശിപ്പിക്കുകയും അവിടുത്തെ തെങ്ങുകൾ പലതും കടപുഴുകി അത് വലിച്ച് താഴെയിട്ട് അതിൻ്റെ ഓല തിന്നുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. വാഴക്കൃഷി ചെയ്ത എല്ലാ ഭാഗത്തും കാട്ടാന ശല്യമുണ്ട്. ആൾക്കാരുടെ വരുമാനം കുറഞ്ഞു. കൃഷിക്കാർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. എന്താണ് പരിഹാരമെന്ന് ഇതുവരെ ആർക്കും നിർദ്ദേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാട്ടാനകളെ ദേശം നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കാനേ പറ്റുള്ളൂ. കേരളത്തിലെ ഏകദേശം 4/1 ഭാഗം വനപ്രദേശമാണ്. അവിടെ മുഴുവൻ ഫെൻസ് ചെയ്ത് അല്ലെങ്കിൽ കിടങ്ങ് കുഴിച്ച് ഇതുങ്ങളെ ഇറക്കാതിരിക്കാനുള്ള വലിയ പണച്ചെലവുള്ള കാര്യങ്ങളാണ്. അപ്പം അത് കാട്ടിൻ്റെ നടുവിൽ നിന്ന് നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രമായിരിക്കും ഏറ്റവും നല്ലത്. ആവശ്യമായ വെള്ളങ്ങളെല്ലാം കാട്ടിൻ്റെ അകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുകയും അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അവിടെ വലിയ
കുളങ്ങൾ നിർമ്മിച്ച് അത് വെള്ളം വന്നു ചേരുന്ന വേനൽക്കാലത്തും വെള്ളം ലഭിക്കുന്ന ഭാഗങ്ങളിലെ കുളങ്ങൾ കാട്ടിൻ്റെ നടുവിൽ എവിടെയെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ആ കുളത്തിൽ വന്ന് വെള്ളം കുടിച്ചു പൊക്കോളും. അവർക്ക് പരിസരത്ത് നിന്ന് കഴിക്കാനുള്ള പച്ചിലകൾ അതുപോലെയുള്ള സാധനങ്ങൾ അത് വനത്തിൽ കൃഷി ചെയ്യുക മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ. അത് ഒരു വർഷം കൊണ്ട് ചിലപ്പം 1-2 വർഷം കൊണ്ട് നമുക്ക് ഒരു പരിഹാരം അങ്ങനെ ഉണ്ടാക്കാനേ കഴിയുള്ളൂ. നാട്ടിലിറങ്ങാതെ അതുങ്ങൾക്ക് ആവശ്യമായ ആഹാരവും വെള്ളവും വനത്തിൽ തന്നെ ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു മോചനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു പ്രതിവിധിയും ഇതിനെതിരായി നടക്കില്ല. കാടിനടുത്ത് താമസിക്കുന്നത് സുരക്ഷിതമായിട്ട് അവര് പകലായാലും ശരി രാത്രിയായാലും ശരി അവരെപ്പോഴും ഈ വന്യജീവികളുടെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അതിനുള്ള തയ്യാറെടുപ്പ് വേണം, മുൻകരുതൽ വേണം. ഒറ്റയ്ക്കൊന്നും ഒരു വനത്തിലും പോകരുത്. വനത്തിലെ അവര് കാട്ടുജാതിക്കാര് നെല്ലെ കാട്ടിൽ താമസിക്കുന്നവർ പലരും വനത്തിലെ വിഭവങ്ങൾ കൊണ്ട് വിറ്റ് ജീവിക്കുന്നവരാണ്. അവർക്ക് കാട്ടിൽ പോകാതിരിക്കാനൊക്കില്ല. തേനെടുക്കാനും അതുപോലെ കാട്ടിലെ ചില വൃക്ഷങ്ങളുടെ തൊലികളും അല്ലെ ചില വൃക്ഷങ്ങളുടെ പൂക്കളും ഒക്കെ വിറ്റാണ് അതുങ്ങൾ ജീവിക്കുന്നത്. അതിന് പകരം വേറൊരു തൊഴിൽ കൊടുക്കാൻ സർക്കാരിനോ വേറെ ആർക്കും കഴിയില്ല. അവർ യഥേഷ്ടം കാഷ്ടിൽ പോകും. പക്ഷെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ അല്ലെങ്കിൽ കാട്ടിൻ്റെ പരിസരത്ത് ജീവിക്കുന്നവരുടെ വസതികൾ നശിപ്പിക്കാതെ കൃഷി നശിപ്പിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഫോറസ്റ്റുകാർക്കും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും തന്നെയാണ്.